നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ പുതിയൊരു ചരിത്രം കൂടിയാണ് പിറന്നിരിക്കുന്നത്. രാജ്യത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ഇതിനു മുമ്പ് പല മുഖ്യമന്ത്രിമാരും അഴിമതി കേസുകളിൽ അന്വേഷണം നേരിടുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ അറസ്റ്റിലാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പദവി രാജിവെക്കുകയായിരുന്നു പതിവ്. ചിലരാകട്ടെ മുഖ്യമന്ത്രി പദവി നഷ്ടമായതിനു ശേഷമാണ് അറസ്റ്റിലാകുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അഴിമതി കേസുകളിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിമാർ ആരൊക്കെയെന്ന്. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് മുതൽ ഈ വർഷം അറസ്റ്റിലായ ഹേമന്ത് സോറൻ വരെ നിരവധി പേർ അഴിമതി കേസുകളിൽ അറസ്റ്റിലാകുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്തരിച്ച ജയലളിത, ചന്ദ്രബാബു നായിഡു, ഓം പ്രകാശ് ചൗതാലെ തുടങ്ങിയവരും അഴിമതി കേസിൽ അറസ്റ്റിലാകുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. 1997 കാലിത്തീറ്റ കുംഭകോണ കേസിലാണ് ലാലു പ്രസാദ് യാദവിനെ CBI അറസ്റ്റ് ചെയ്യുന്നത്. CBI കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ തന്നെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് തന്റെ പദവി രാജിവെച്ചു. സമാനമായ രീതിയാണ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറനും സ്വീകരിച്ചത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടാൻ സോറൻ വിസമ്മതിച്ചു. ഗവർണർക്ക് രാജി സമർപ്പിച്ചതിനു ശേഷമാണ് അറസ്റ്റ് മെമ്മോയിൽ സോറൻ ഒപ്പുവെച്ചത്. 2011 BS യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് 2.5 മാസത്തിനു ശേഷമാണ് അഴിമതി കേസിൽ അറസ്റ്റ് ഒഴിവാക്കി ലോകായുക്ത കോടതിയിൽ കീഴടങ്ങിയത്. ജയലളിത ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട അയോഗ്യയായി സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയാണ് ജയലളിത. ധാൻസി ഭൂമി ഇടപാട് കേസിൽപ്പെട്ട ആദ്യ തവണ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞെങ്കിലും പിന്നീട് സുപ്രീം കോടതി കുറ്റവിമുക്തയാക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ രണ്ടാമതും അയോഗ്യയായി. ഓം പ്രകാശ് ചൗട്ടാലെ ജനതാദൾ, സമാജ്വാദി ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ലോകദൾ പാർട്ടി അംഗമായ മുഖ്യമന്ത്രി അധ്യാപക നിയമന അഴിമതി കേസിൽ 10 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. തീഹാർ ജയിലിലായിരുന്ന ചൗട്ടാലെ ഇപ്പോൾ പരോളിലാണ്. കരുണാനിധി DMK പാർട്ടി നേതാവായ കരുണാനിധി ഫ്ലൈ ഓവർ കേസിൽ അറസ്റ്റിലായി. വിജിലൻസ് അപകീർത്തി കേസുകളിലും അദ്ദേഹത്തിന്റെ പേരുണ്ട്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.